ബിസിനസ് രംഗത്തെ ചില പ്രമുഖരുണ്ട്. ആദ്യം നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. സിന്തൈറ്റ് MD ഡോക്ടർ ബിജു ജേക്കബ്, അൽതമർ ഡൈ ഫ്രൂട്ട്സ് ഡയറക്ടർ PP ഷമീർ, ഒപ്പം ഡിജിബിസ് ജനറൽ മാനേജർ ജബീർ എന്നിവരാണ് എനിക്കൊപ്പമുള്ളത്. ഒപ്പം ഈ എക്സ്പോയുടെ ജനറൽ കൺവീനർ നിസാർ ഇബ്രാഹിമും എനിക്കൊപ്പം ചേരുകയാണ്. ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് നിർമ്മാണ മേഖലയുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണെന്നാണ്. അതിന് ഉത്തരം നൽകാൻ ജാബിറുണ്ട് ഇപ്പോൾ എനിക്കൊപ്പം. ജപ്പാനിലെ കാര്യം നേരത്തെ നിസാർ പറയുന്നത് കേട്ടില്ലേ? ഐഡിയ, പിന്നെ വേണ്ടത് സിസ്റ്റമാറ്റിക് ആവുക എന്നതാണ്. നിങ്ങളുടെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിങ്ങൾ എങ്ങനെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്? പ്രത്യേകിച്ചും ഈ കോവിഡ് അനന്തരം എങ്ങനെയാണ് അതിലേക്കൊക്കെ കടന്നോ? നമ്മളും ഇതേപോലെ തുടക്കത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. സിസ്റ്റം ആവുന്നില്ലായിരുന്നു, എങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് എത്തത്തില്ല. പല കാരണം കൊണ്ടാവാം, മെറ്റീരിയൽസിന് അറേഞ്ച്മെന്റ്സ് ആവാം, അല്ലെങ്കിൽ ലേബേഴ്സിന്റെ ഷെഡ്യൂളിംഗ് ആവാം. വിചാരിച്ച പോലുള്ള ഒരു കോർഡിനേഷൻ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളത് സ്റ്റഡി ചെയ്ത് ഓരോ വിഷയം എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിലേക്ക് മാറി വന്ന് ഇപ്പോൾ നല്ല രീതിയിൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മാർക്കറ്റിംഗ് സൈഡ് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ വർക്കുകൾ പെട്ടെന്ന് കയറുന്നുണ്ടായിരുന്നു. ബട്ട് നമുക്ക് ആ രീതിയിലുള്ളൊരു സർവീസ് കൊടുക്കാൻ ആ സമയത്ത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ഈ കോവിഡ് ഇഷ്യൂസും നേരത്തെ സാറ് പറഞ്ഞ പോലെ ഏതെങ്കിലും കോറിമടകൾ സ്റ്റോപ്പ് ആവുക, പെട്ടെന്നുള്ള മെറ്റീരിയൽസിൻ്റെ ഹൈക്ക്, സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോഴും ആണെങ്കിലും ഈ പറഞ്ഞ പോലെ അൺഎക്സ്പെക്റ്റഡ് ആണ്. നമുക്ക് ചിലപ്പോൾ ഒരു മഴ പെയ്യുമ്പോഴേക്കും ചിലപ്പോൾ കളക്ടർ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള ലെവലിലോ അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും തെറ്റിപ്പോകാറുണ്ട്. അപ്പോൾ അത് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് മെറ്റീരിയൽ ആണെങ്കിലും ഒരു ലോസ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ നിരന്തരം ട്രൈ ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ ഈ ഒരു ലെവലിൽ പറ്റുന്നത്. മുമ്പ് ഒരുപാട് ഇഷ്യൂസ് ആ ഒരു സിസ്റ്റം അല്ലാത്തതുകൊണ്ടുണ്ടായിരുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളത് സോൾവ് ചെയ്ത് നല്ല രീതിയിൽ പോകുന്നുണ്ട്.